اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്ന ഒരു ഹദീസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കാണുന്നുവെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ഗൗരവമുള്ളതായ ചില തിന്മകളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. عن أبي ذر الغفاري رضي الله عنه عن النبي صلى الله عليه وسلم قال: ثلاثة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم. فقرأها 3 مرات فقال أبو ذر: خابوا وخسروا، من هم يا رسول الله؟ قال: المسبل إزاره، والمنان الذي لا يعطي شيئا إلا منه، المنفق سلعته بالحلف الكاذب. رواه البخاري. ഇമാം ബുഖാരിയും അതേപോലെ മുസ്ലിമും ഉദ്ധരിക്കുന്ന അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഹായ ഹദീസാണ് ഓതിക്കേൾപ്പിച്ചത്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളാണ് നമുക്ക് താക്കീത് നൽകുന്നത്, 3 തിന്മകളെ സംബന്ധിച്ച്. ഈ 3 തിന്മകൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവർക്ക് 4 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കൂല, അവരല്ലാഹു മാറ്റി നിർത്തും പരലോകത്ത്. വലാ യൻദുറു ഇലൈഹിം, പിന്നെ അള്ളാഹു അവരിലേക്ക് നോക്കുക പോലുമില്ല. മൂന്നാമത്തത്, വലാ യുസക്കീഹിം, അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കൂല. 4, വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ നാളെ നരകത്തിൽ അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ 4 താക്കീതുകൾ നൽകപ്പെട്ടത് 3 കൂട്ടം ആൾക്കാർക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതുകൾ ആവർത്തിച്ച് 3 പ്രാവശ്യം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി അബൂ ദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു: ഖാബു വഖസറു മൻ ഹും യാ റസൂലല്ലാഹ്, നഷ്ടപ്പെട്ട അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടം ലഭിക്കാതെ നഷ്ടവാളികളിൽപ്പെട്ട ആ വിഭാഗം ആരാണ്, അതൊന്ന് പറഞ്ഞു തന്നാലും എന്ന് ഈ സഹാബി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കൂട്ടരെയാണ് പറഞ്ഞു കൊടുത്തത്. ഒന്ന്, അൽ മുസ്ബിലു ഇസാറഹു, നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്ന മനുഷ്യൻ. ഇതാണ് ഒന്നാമത്തത്. ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നിസ്സാരമായി കാണുന്നുവെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ഗൗരവപ്പെട്ട ഒരു തിന്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ: മാ അസ്ബല മിനൽ കഅബൈനി ഫഹുവ ഫിന്നാർ, നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം അത് നരകത്തിലേക്കുള്ളതാണ്. വേറെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖുയല, അഹങ്കാരത്തോടു കൂടി നിര്യാണിക്ക് താഴെ വസ്ത്രം ഇടുന്നവൻ അവൻ അള്ളാഹു അവനിലേക്ക് നോക്കുകയില്ല. അള്ളാഹുവിൻ്റെ നോട്ടം കിട്ടിയിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, പിന്നീട് ദുനിയാവിലും ആഖിറത്തിലും നമ്മളോട് കരുണ കാണിക്കാൻ മറ്റാരുണ്ടാകൂല. അങ്ങനെ ഒരുപാട് താക്കീതുകൾ നൽകപ്പെട്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമുദായത്തിൽ ആണിൻ്റെ വസ്ത്ര രീതിയും അതേപോലെ പെണ്ണിൻ്റെ വസ്ത്ര രീതിയും പഠിപ്പിച്ചിട്ടുണ്ട്. 2 കൂട്ടർക്കും അനുയോജ്യമായ വസ്ത്രധാരണയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തിൽ നിര്യാണിക്ക് മേലെ ആണുങ്ങൾ വസ്ത്രം ധരിക്കണമെന്നും സ്ത്രീകൾ നിര്യാണിക്ക് താഴെ ധരിക്കണമെന്നുമാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. പക്ഷെ നമ്മുടെ സമുദായം നേരെ തിരിച്ചാണ്. പെണ്ണുങ്ങൾ എത്ര കൊണ്ട് ഉയർത്താൻ പറ്റുമോ അത്രയും ഉയർത്തും, ആണുങ്ങൾ എത്ര കൊണ്ട് താഴ്ത്താൻ പറ്റുമോ അത്രയും താഴ്ത്തും. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു തിന്മയാണ്. നമ്മൾ നിസ്സാരമായി കാണും, ഒരു വസ്ത്രം താഴെ പോകുന്നത് എന്താ കാര്യം എന്നൊക്കെയാണ് ചില ആൾക്കാർ ചോദിക്കാറുള്ളത്. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവപ്പെട്ടത് തന്നെയാണ്. അള്ളാഹു ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിലൊരു മഫ്സദത്ത് ഉണ്ടാവും. അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, നടപടിക്രമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം നിസ്ഫു സാഖായിരുന്നു. നിര്യാണിക്ക് താഴെയും പോകൂല, എന്നാൽ കണങ്കാല് വിട്ട് മേലോട്ട് പോവുകയുമില്ല. അതിൻ്റെ മിഥുലമായ അവസ്ഥയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രധാരണ. ഇനി നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് അതിൻ്റെ അലാമത്തായി റസൂൽ പഠിപ്പിച്ചത് അത് അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ, കിബറിന്റെ അണുമണി തൂക്കം മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ
സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല. അതും താക്കീത് ചെയ്യപ്പെട്ട ഒരു തിന്മയാണ്. കിബർ എന്ന് പറഞ്ഞാൽ ബത്തുറുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കലും മറ്റുള്ളവരെ കൊച്ചായി കാണലും ചെറുതായി കാണലും, അതാണല്ലോ കിബർ. ദുനിയാവിൽ ആദ്യം നടന്ന തിന്മ കിബറാണ്. സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു തആല ആദനബിന്റെ സൃഷ്ടിപ്പിന് ശേഷം ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആദമിന് അല്ലെ, ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ, മലക്കുകളെല്ലാം ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, ഇബ്ലീസ് വിസമ്മതിച്ചു സുജൂദ് ചെയ്യാൻ. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു പറഞ്ഞെന്താ അറിയോ? വസ്തക്ബറ, ഇബ്ലീസ് അഹങ്കാരം കാണിച്ചു, കിബർ കാണിച്ചു. പറഞ്ഞു പിന്നെ ഖലഖ്തഹു മിൻ തീനിൻ വഖലഖ്തഹു മിൻ നാർ, ഖലഖ്തനി മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? അഹങ്കാരത്തിന്റെ വാക്കാണ് ഇബ്ലീസ് പറഞ്ഞത്. ആ അഹങ്കാരമാണ് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ താക്കീതോടുകൂടി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിന്റെ അടയാളമാണ് ബിരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മന്നാൻ അല്ലദീ ലാ യുഅതി ശൈഅൻ ഇല്ലാ മന്നഹു, ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവർ. നമ്മളൊക്കെ റമദാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് സദഖ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ അത് എടുത്തു പറയാൻ പാടില്ല, അത് നിങ്ങളുടെ നന്മകളെ ബാത്തിലാക്കി കളയും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു സൂറത്തുൽ ബഖറ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ ചെയ്ത സദഖകളെ നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ ബാത്തിലാക്കി കളയരുത്. നമ്മുടെ അമലുകളെ ഇല്ലാതാക്കും. അമലുകൾ അത് രഹസ്യമായി ചെയ്യാനുള്ളതാണ്, ചില നന്മകൾ ഒഴിച്ച്. സകാത്ത് അത് പരസ്യമായി ചെയ്യാനുള്ളതാണ്, സദഖ അത് രഹസ്യമായി ചെയ്യാനുള്ളതാണ്. രണ്ടും വ്യത്യാസം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ അള്ളാഹുവിന്റെ പ്രത്യേകമായ തണല് നൽകി അനുഗ്രഹിക്കുന്ന വിഭാഗത്തിൽ ഒരു വിഭാഗം അവരുടെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ സദഖകൾ രഹസ്യമായി ചെയ്യുന്നവരാണ് എന്ന്. നമ്മളതെപ്പോഴും ശീലിക്കേണ്ട ഒരു കാര്യമാണ്. നന്മകൾ എപ്പോഴും രഹസ്യമായിരിക്കണം. മദീനയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടിയാണ്. അദ്ദേഹം മരണപ്പെട്ട സമയം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പ്രകൃതി വെളുത്ത മനുഷ്യനാണ്. റസൂലുള്ളാഹി തങ്ങളെ പോലെ വെളുവെളുത്ത മനുഷ്യനാണ്. മരണപ്പെട്ട അദ്ദേഹത്തിന് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയം ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ രണ്ട് ചുമലുകളിലായി ചുവന്ന പാടുകൾ കണ്ടിരുന്നു എന്നും. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം മദീനയിലെ ചില കുടുംബങ്ങൾ പട്ടിണിയായി, 10ഓളം വീടുകൾ ഭക്ഷണം കിട്ടാതെ പട്ടിണിയായി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഇത്രയും വർഷം നമ്മുടെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവെക്കുന്ന വ്യക്തി ഇദ്ദേഹമായിരുന്നു എന്ന്. മരണശേഷമാണ് അതറിഞ്ഞത്, അതും അവർ പട്ടിണിയായതിനു ശേഷം. അത്ര രഹസ്യമായിരിക്കണം നമ്മൾ ചെയ്യുന്ന സദഖകളും മറ്റുള്ള ദാനധർമ്മങ്ങളും, പ്രത്യേകിച്ച് പരിശുദ്ധ റമളാനിൽ. ഇതാണ് രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മൂന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്, അതായത് കള്ള പരസ്യം നൽകിക്കൊണ്ട് കച്ചവട വസ്തുക്കൾ വിറ്റടിക്കുന്ന കച്ചവടക്കാര്. അതും ഈ കാലഘട്ടത്തിൽ സമൂഹം നിസ്സാരമായി കാണുന്ന കാര്യമാണ്. ഒരുപാട് പരസ്യങ്ങൾ നൽകും, പക്ഷെ അതെല്ലാം ബാത്തിലായിരിക്കും, വെറുതെ ആയിരിക്കും, ജനങ്ങളെ പറ്റിക്കാനായിരിക്കും. അതല്ലെങ്കിൽ ചില കച്ചവടക്കാർ നല്ല വാക് സാമർത്ഥ്യം ഉണ്ടാവും, ആ വാക്കിലൂടെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് സാധനങ്ങൾ വിറ്റഴിക്കും. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു ഗുണമില്ലാത്ത സാധനമായിരിക്കും. കള്ള പരസ്യം നൽകി ജനങ്ങളെ പറ്റിക്കുക കച്ചവടക്കാർ. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ കൂട്ടത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കച്ചവടം ചെയ്താൽ അതിൽ വാങ്ങുന്നയാൾക്ക് തൃപ്തിയില്ല എങ്കിൽ തീർച്ചയായും ആ കച്ചവടം നഷ്ടത്തിലാണ്. ദുനിയാവിൽ ലാഭകരമാണെങ്കിലും, ദുനിയാവിൽ ഒരു പക്ഷേ പൈസ കിട്ടിയിട്ടുണ്ടോ, പക്ഷെ അതിലൊരു ബർക്കത്തും അള്ളാഹു വെക്കുന്നതല്ല. കാരണം റസൂലുള്ളാഹി തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, അയ്യുൽ കസ്ബി അത്യബ്, റസൂലെ ഏറ്റവും പരിശുദ്ധമായ സമ്പാദ്യം ഏതാ? നമ്മൾ സമ്പാദിക്കുന്നുണ്ടല്ലോ, അതിൽ ഏറ്റവും പരിശുദ്ധമായത് ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യം എടുത്തു പറഞ്ഞു. ഒന്ന്, അമലു റജുലി ബിയദിഹി, ഒരാൾ തന്റെ കൈകൾ കൊണ്ട് അധ്വാനിക്കുന്നതാണ്. അതായത് നമ്മൾ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന സമ്പത്താണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബൈഉൽ മബ്റൂർ, മബ്റൂറായ കച്ചവടമാണ്. ഈ മബ്റൂർ എന്ന വാക്കിന് പണ്ഡിതന്മാർ വിവക്ഷ നൽകിയിട്ടുള്ളത് ചതിയോ വഞ്ചനയോ ഇല്ലാത്ത ഇസ്ലാമിന്റെ നിയമാവലികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കച്ചവടമാണ്. ഇതാണ് ഹലാലായ ബറക്കത്തുള്ള കച്ചവടം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സമ്പത്തിന്റെ വിഷയത്തിൽ
ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആധാറുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം, നിങ്ങളുടെ സമ്പത്ത് അത് വളരെ കുറച്ചാണെങ്കിലും അത് ഹലാലായ രൂപത്തിലാണോ അതിൽ ബർക്കത്തുണ്ടാവും. അതല്ല മല പോലെ സമ്പാദിച്ചിട്ടും അത് ഹറാമാണെങ്കിൽ കുല്ലുഹ വബ, അത് കാറ്റിൽ പറക്കുന്ന ധൂളികളെ പോലെ ആയിരിക്കും, ഒരു ബർക്കത്തും അതിലുണ്ടാകൂല. ഇത് സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരടിസ്ഥാനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മൂന്ന് തിന്മകളും ഇന്ന് സമൂഹത്തിൽ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിന്മകളാണ്. നമ്മൾ അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ അതിനെ കാണണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും നല്ല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.